അവനിവിടെ കാണുമായിരിക്കും. നീ വിളി. ഞാൻ വിളിക്കില്ല. അതെന്താ നിനക്ക് വിളിച്ചത്? കഴിഞ്ഞ ആഴ്ച ഞാൻ വിളിച്ചിട്ടേ അവന്റെ അമ്മ എന്റെ മുഖത്ത് തിളച്ച വെള്ളം കോരി ഒഴിച്ചതാ. നീ വിളിക്ക്. അപ്പൊ എന്റെ മുഖത്ത് തിളച്ച വെള്ളം ഒഴിച്ചോട്ടെന്നാണോ? അങ്ങനെയെങ്കിലും നീ ഒന്ന് വെളുക്കട്ടടാ. എടാ സുഖു, നീ ആളാകെ മാറിപ്പോയല്ലോ. നോ 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 നോ, സുഖുവല്ല. പിന്നെ ഷെയ്ഖ് മുഹമ്മദ് അബ്ദുള്ള റസാഖ് സുഖു. എന്റെ പൊന്നേ, ഇവിടെ നാട്ടില് തെങ്ങ കയറി തേങ്ങ ഇട്ട് കിടന്നപ്പോ നിന്റെ പേര് സുഖു. അത് കേരളത്തിൽ. ഇപ്പൊ ഞാൻ ദുബായിലല്ലേ, അവിടെ ഷെയ്ഖ് വേണം. എടാ സുഖു, നിനക്ക് ദുബായിൽ എന്താ ജോലി? എന്താ ജോലി? എനിക്ക് എണ്ണപ്പാടത്തല്ലേ ജോലി. കേട്ടില്ല? പുഞ്ചപ്പാടം, നെൽപ്പാടം എന്ന് ഇവിടെ പറഞ്ഞ പോലെ അതുപോലുള്ള പാടമാണ് എണ്ണപ്പാടം. ഇവിടെ നെല്ലും ഇതൊക്കെയാണ് കൃഷി ചെയ്യണമെങ്കിൽ അവിടെ മൊത്തം എണ്ണയാണ് പാടത്ത്. അതല്ലേ? അവിടെ നിനക്ക് എന്താ പരിപാടി? അവിടെ രാവിലെ തോർത്തുകൊടുത്തങ്ങ് ഇറങ്ങും. ആര്? നീയാ? ഞാനില്ല, പണിക്കാരി. ഞാൻ സൂപ്പർവൈസറാണല്ലോ. എന്നിട്ട് ഈ എണ്ണപ്പാടത്തുനിന്നും ഈ പാടത്തുനിന്ന് അപ്പുറത്തെ പാടത്തേക്ക് ചക്രം വെച്ചിട്ട് ഇങ്ങനെ ചവിട്ടി ചവിട്ടി എണ്ണ അങ്ങോട്ട് ഒഴുക്കും. നമ്മുടെ പാടത്തൊക്കെ വെള്ളം അടിച്ച് കയറ്റുമല്ലേ അപ്പുറത്തെ പാടത്തേക്ക് ചവിട്ടി. പിന്നെ എടാ, അപ്പൊ നീ ആകെ രക്ഷപ്പെട്ടല്ലടാ. പിന്നെ കാശിന്റെ പൂക്കാലോ അല്ലേ? അതെല്ലേ? എടാ, നീ ഒരു ഉപകാരം ചെയ്യണം. എന്താണ്? നമ്മുടെ ലോലിന് യാതൊരു പണിയില്ലാണ്ട് കിടക്കണ്. നീ അവനൊന്ന് രക്ഷപ്പെടുത്തടാ. അപ്പൊ നിങ്ങക്ക് രക്ഷപ്പെടണ്ടേ? വേണ്ടേ, അവൻ രക്ഷപ്പെട്ടാൽ അവന്റെ ചെലവിൽ ഞങ്ങൾക്ക് ജീവിക്കാമല്ലോ. അത് മതി. ഒരു വെടിക്ക് രണ്ട് പക്ഷി. ഞാൻ അവനുള്ള വിസയായിട്ടാണ് വന്നേക്കണത്. അതെല്ലേ? പക്ഷേ അവൻ ഈ പാടത്തൊന്നും പണിക്ക് വരുമെന്ന് എനിക്ക് തോന്നണല്ലോ. അതെന്താണ്? ഇവിടെ പെണ്ണുങ്ങളുടെ പുറകെ കിടക്കണവൻ എങ്ങനെയാ പാടത്ത് വന്ന് പണിയെടുക്കുന്നത്? അതിന് അവിടെ പെണ്ണുങ്ങളില്ല. എന്നാ അവനൊട്ടും വരൂല. അല്ല, അവിടെ പെണ്ണുങ്ങളുണ്ട്. പക്ഷെ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ പടതയിട്ട് മൂടിക്കുന്ന നടക്കണത്. മനസ്സിലായില്ലേ? ഒരു കറുത്ത തുണിയിട്ട് ഇങ്ങനെ മൂടൂലേ? അത് തന്നെ പറഞ്ഞു വന്നപ്പോ രണ്ടും ഒക്കെയാ. പക്ഷെ അവൻ എന്തായാലും പാടത്തൊന്നും കഷ്ടപ്പെട്ട് പണിയെടുക്കൂലടാ. പാടത്തെടുക്കൂലേ? ഇല്ല. വേണ്ട, പാടത്തെടുക്കണ്ട. കിണറുണ്ടല്ലോ, എണ്ണക്കിണർ. അതായത് എണ്ണക്കിണറ്റിൽ ഇങ്ങനെ കപ്പിയിട്ട് ഇങ്ങനെ കോരി എടുത്തിട്ട് കുളത്തിൽ ഒഴിച്ചിട്ട് നേരെ കൊണ്ട് ടാങ്കിൽ ഒഴിക്കുക. അതല്ലേ? അത് ചെയ്യാലോ. എന്നാ പിന്നെ അവനെ വിളിക്ക്. എന്തൊക്കെയായാലും അവനെ കൊണ്ട് നമുക്ക് പറഞ്ഞ് സമ്മതിപ്പിക്കാം. ഓക്കെ, വാ, അവൻ വിളിക്ക്. ഏത് കാലമാരാടത്? ആഹാ, നിങ്ങളായിരുന്നല്ലേ? ഏതാടാ ഈ പുതിയ ജന്തു? നോ, ജന്തുവല്ല, ബന്ധു. അതായത് ഷെയ്ഖ് മുഹമ്മദ് റസാഖ് സുഖു, ഷെയ്ഖ് അബ്ദുള്ള റസാഖ് സുഖു. ചേച്ചി, നമ്മുടെ വേലാച്ചേട്ടൻ അവൻ സുഖുവാണ്. ഇവനായിരുന്നു അത്? അതെ. ചേച്ചി, ലോലൻ എന്തിയെ? അവന്റെ കാര്യം എന്നോട് മിണ്ടി പോകരുത്. ഒരാഴ്ച എന്നോട് വഴക്കിട്ട് ഇവിടുന്ന് പോയിരിക്കുക. ഇനി ജോലി കിട്ടിയിട്ടേ തിരിച്ചു വരുമെന്നും പറഞ്ഞു പോയിരിക്കുക അവിടുന്ന്. എന്റെ പൊന്നു ചേച്ചി, സുഖു ലോലൻ ഒരു വിസയായിട്ടാ വന്നിരിക്കുന്നത്. അതെ, 40,000 എന്റെ ദൈവമേ, ഒരു നല്ല കാര്യം വന്നപ്പോ അവനിങ്ങനെ ചെയ്തല്ലോ. അവനിന്നെ എവിടെ പോയി കണ്ടുപിടിക്കും? എന്റെ മക്കളെ, നിങ്ങൾ എങ്ങനെയെങ്കിലും അവനെ ഒന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കും. ഒരു പണിയാ, നമുക്ക് ലോലിനെ പോയി തിരക്കാലോ. ഞങ്ങളൊന്ന് പോയി ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ നേരം വെളുത്തപ്പോ തൊട്ട് എന്നെ വിളിച്ചോണ്ട് നടക്കണല്ലേ? എടാ, ഞാനിവിടുന്ന് എന്റെ ഫ്ലൈറ്റ് 27 ഫ്ലൈറ്റ് പോകും. പോട്ടേന്ന് പറഞ്ഞ അങ്ങനെ ശരിയാണ്. ഞാനിവിടുന്ന് ചെന്നില്ലെങ്കിൽ എണ്ണപ്പാടം കവിഞ്ഞൊഴുകി എണ്ണപ്പൊക്കം ഉണ്ടാവും. വെള്ളപ്പൊക്കം കേരളത്തിൽ, ദുബായിൽ എണ്ണപ്പൊക്കം. മനസ്സിലായ? ചേട്ടനൊന്ന് ചുമ്മാ നടന്നേ. നമുക്ക് ആ ലോലിനെ എവിടെയെന്ന് കണ്ടുപിടിച്ചാ മതി. ഈ പുള്ളിക്കാരനോട് ചോദിക്കാം. ഹലോ ചേട്ടാ, നമ്മുടെ ഈ ലോലൻ ഈ പരിസരത്ത് എവിടെയെങ്കിലും കണ്ടാ? ലോലനോ? ലോലനതേ ആ പുതിയ ബിൽഡിംഗ് പണിയുന്ന സൈറ്റിലുണ്ട്. അതെ, ലോലനല്ലേ ആള്? എന്നാൽ അവൻ സൂപ്പർവൈസർ ആയിരിക്കും. എന്ത് വൈസറായാലും പെട്ടെന്ന് പോക്ക. ഇവിടെ പൂച്ച വെറ്റി കിടപ്പുണ്ട് തോന്നുന്നു. അവിടെ എവിടെയെങ്കിലും നോക്കുന്നേ. അയ്യോ, ലോലൻ. ഇത് നമ്മുടെ ലോലൻ. ലോല, ഇത് എന്ത് കോലോടാ? ഇതും ഒരു കോലമാടാ. ഞാൻ അമ്മയോട് സത്യം ചെയ്തിട്ട് ഇറങ്ങിയതാ. ഒരു പണി കിട്ടിയിട്ട് ആ പണി കയറുള്ളൂന്ന്. ഇപ്പൊ പണിക്ക് വന്ന നീ ഇപ്പൊ നല്ല പൊസിഷനിലാണല്ലേ? ഇവിടെ എന്നെ കൊണ്ട് അവരെല്ലാ പണിയും ചെയ്യിച്ചു. എന്നെ കൊണ്ട് പറ്റുന്നില്ലടാ. അപ്പോഴവരെന്റെ അടുത്ത് പറഞ്ഞു പൊയ്ക്കോളാൻ. ഞാൻ പറഞ്ഞു, എന്റെ പൊന്നു ചേട്ടായി, എന്റെ ആരോഗ്യത്തിന് പറ്റിയ എന്തെങ്കിലും ഒരു പണി തരാൻ. ആ പണി ഇങ്ങനെ ഒരു കെണി ആവൂന്ന് ഞാൻ ഓർത്തില്ല. നമ്മൾ മലയാളികളുടെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ നല്ലത് തിരിച്ചറിയാനും ചീത്തയെ തള്ളിക്കളയാനുമുള്ള കഴിവാണ്. ഒത്തിരി TV പ്രോഗ്രാമുകൾ നമ്മളെല്ലാവരെയും ആകർഷിക്കാറുണ്ട്. അതിൽ നമ്മളെല്ലാവരെയും ഒരേപോലെ ആകർഷിച്ചൊരു പ്രോഗ്രാമാണ് സിമ്പിൾ പണി. ഒത്തിരി കലാകാരന്മാരും കലാകാരികളും വന്നു പോകുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് പങ്കെടുക്കാനെത്തിയിരിക്കുന്നത് ഏത് താരമാണെന്ന് നമുക്ക് നോക്കാം. ലെറ്റ്സ് വാച്ച് ദ മ്യൂസിക്കൽ ഷോ ഓഫ് സിമ്പിൾ പണി. നമസ്കാരം.
5 ഇന്ദ്രിയമുള്ള മനുഷ്യന് 6-ാം ഇന്ദ്രിയം പണമാണ് അല്ലേ? പണത്തിന് മുകളിൽ പരുന്തും പറക്കുകയല്ല. ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി എന്നെഴുതിയ വയലാറിനെ പോലെ, മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിൽ തന്നെ ജനിക്കുന്നു, മണ്ണിൽ തന്നെ അവസാനിക്കുന്നു എന്ന് പാടിയ യേശുദാസിനെ പോലെ, നീലഗിരിയുടെ സഖികളെ ഉറക്കെ പാടിയ ജയചന്ദ്രനെ പോലെ, വഴിയരികിൽ പതികനായി ചിരിച്ചു നിൽക്കും ബൈജു എന്ന് രസകരമായി പാടുന്ന നമ്മുടെ ബൈജുവിനെ പോലെ ഒരുപാട് ഗായകർ മലയാള സിനിമയിൽ ഉണ്ടായിട്ടുണ്ട്. മുഹമ്മദ് റാഫിയും ജിക്കിയും മിൻമിനിയും ഗായത്രിയും പേലിയിലെയും ആൻഡോയും മാർക്കോസും MG ശ്രീകുമാറും AM രാജയും അഫ്സലും ഉണ്ണിമേനോനും അങ്ങനെ ഒരുപാട് ഗായകർ അല്ലേ? ഇന്ന് ഈ അതുല്യ ഗായകനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു. വെൽക്കം ടു സെയിം പണി. നമസ്കാരം. നമസ്കാരം. സെയിം പണി കാണാറുണ്ടോ? കാണാറുണ്ട്. വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? ആരാ? അല്ല, എന്താണ് താങ്കളുടെ അഭിപ്രായം? ഈ കൽപ്പണി, വാർക്കപ്പണി, ആശാരിപ്പണി ഇത്രയും പണിയില്ലാത്ത റിസ്ക് ഒന്നും ഇല്ലാത്ത ഒരു സിമ്പിൾ പണിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. വെരി ഗുഡ് ആൻസർ. ആരാ? അപ്പോൾ താങ്കൾ പറയുന്നത് ഇത് ഇറ്റ്സ് എ സിമ്പിൾ ജോബ് അല്ലേ? ആ, ജോബ് സിമ്പിളാ. ദാസേട്ടന് ഒരു ഹോബി ഉണ്ട് അല്ലേ? പിന്നെ ജയചന്ദ്രൻ മാഷിനും ഒരു ഹോബി ഉണ്ട് അല്ലേ? ഉണ്ടോ? ഉണ്ട്. അങ്ങനെ ഓരോ പാട്ടുകാർക്കും ഓരോ ഹോബി ഉണ്ട്. എന്താണ് താങ്കളുടെ ഹോബി? എൻ്റെയോ? എൻ്റെ ഹോബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാന്റാസ്റ്റിക്. താങ്കളുടെ ഹോബിയിലും ഒരു താളലയ വിന്യാസങ്ങളുടെ കൂട്ടുകെട്ടുണ്ട് അല്ലേ? പിന്നെ താളാത്മകമായ ഒരു ഹോബിയാണ് അല്ലേ? എന്താണ് ഹോബിയുടെ പേര്? ചീട്ടുകളി. ചീട്ടുകളി അല്ലേ? അതെ. സത്യത്തില് ഈ ചീട്ടുകളിയിൽ നല്ലൊരു താളമുണ്ട് അല്ലേ? പിന്നെ താളമുണ്ട്, പക്ഷെ കളിക്കുമ്പോൾ താളം തെറ്റാതെ സൂക്ഷിക്കണം. എന്താണ് താങ്കളുടെ പേര്? സംഗീതൻ. സംഗീതൻ. സംഗീതം അഭ്യസിക്കുന്നവൻ അല്ലേ? അതെ. റോയൽ സംഗീത് അഭ്യസിക്കുന്നവൻ അല്ലേ? അതെ. സംഗീതം അഭ്യസിക്കുന്നവനായ സംഗീതൻ. താങ്കളുടെ ഹോബിയിൽ വളരെയധികം സംഗീതമുണ്ട്. ഉണ്ട്. താങ്കളുടെ പേരിലും സംഗീതമുണ്ട്. ഉണ്ടെന്ന് പറയുമ്പോൾ സത്യത്തിൽ താങ്കൾ സംഗീതവുമായി വളരെയധികം ബന്ധമുള്ള ഒരു വ്യക്തിയാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരു കാര്യം ഞാൻ പറയാം, ഇതൊക്കെ പലരും വെറുതെ പറഞ്ഞുണ്ടാക്കുന്ന. ഞാൻ ആ പെണ്ണിനെ പരിചയമുള്ളല്ലാതെ ആ പെണ്ണുമായിട്ട് മറ്റുള്ള അവിഹിത ബന്ധമൊന്നും എനിക്കില്ല. ബാഡ് ആൻസർ. ഞാൻ ഉദ്ദേശിച്ചത് ഈ ഹിന്ദുസ്ഥാനി, കർണാട്ടിക് അങ്ങനെയുള്ള കാര്യങ്ങളാണ്. രണ്ടുപേരും കണക്കാ. ഇവർ രണ്ടുപേരും പരദൂഷണത്തിന്റെ ആൾക്കാരാണ്. എനിക്കറിയാവുന്നത്ര സാറിന് അറിയത്തില്ല അവരെ. ഓക്കെ, നമുക്ക് ഇത് ഇവിടെ വെച്ച് നിർത്താം. അങ്ങനെയാണെങ്കിൽ എവിടാണ് സംഗീതന്റെ വീട്? വീട് ആലപ്പുഴ. ആലപ്പുഴ അല്ലേ? ആലപ്പുഴ കണ്ടവൻ പുഴകൾ മറക്കില്ല, മലപ്പുറം കണ്ടവൻ മലകൾ മറക്കില്ല, കൊല്ലം കണ്ടവൻ ഇല്ലവും മറക്കില്ല അല്ലേ? ഇപ്പൊ കൊയിലാണ്ടി കണ്ടവനോ? കൊയിലാൻ വല്ല കാര്യമുണ്ടോ? ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ഇവിടെ പറയേണ്ട കാര്യമുണ്ട്. നിങ്ങൾ നിങ്ങളുടെ പണി നോക്കിയാൽ പോരെ. ഓക്കെ, എനിക്ക് വേറൊന്നും പറയാനില്ല, അതുകൊണ്ടാണ് ഇത് പറയുന്നത്. പറഞ്ഞു. ഓക്കെ, ആലപ്പുഴയിൽ എവിടാണ്? ആലപ്പുഴ കുട്ടനാട്. കുട്ടനാട്. ഐ ലൈക്ക് ഇറ്റ്. കുട്ടനാട് ആണോ? ഐ ഫാന്റാസ്റ്റിക്. കുട്ടനാട് ബ്യൂട്ടിഫുൾ പ്ലേസ്. മതി. വള്ളവും വെള്ളവും കിളികളും വയലുകളും നിറഞ്ഞ കുട്ടനാട് അല്ലേ? എല്ലാം ഉണ്ട്. കള്ളുമുണ്ട്, നല്ല കള്ള് അല്ലേ? കുട്ടനാടെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മുമ്പിൽ കുട്ടനാട് വന്നു കഴിഞ്ഞു അല്ലേ? ആണോ? അതെ. എന്തു തുടങ്ങുന്നതിന് മുമ്പും അല്പം മധുരം നല്ലതാണ്. പിന്നെ നമ്മുടെ വയലാർ എഴുതിയ നീ മധു പകരു എന്ന ഗാനം, അതിൻ്റെ 2 വരി ഒന്ന് മൂളാം. പണിയായില്ല.